യേശു മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ മാർത്ത പല കാര്യങ്ങളിൽ ഒത്തിരി ഇൻവോൾവ് ചെയ്ത് നിൽക്കുക. മറിയ യേശുവിന്റെ പാദത്തിലിരുന്ന് വചനം പഠിക്കാൻ സമയം മാറ്റിവെച്ചു. ഈ രണ്ടുപേരെ കുറിച്ചും യേശു ഒരു ഇവാലുവേഷൻ നടത്തി. യേശു അവളോട് മാർത്തയോട് പറയും, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. മാർത്തയോട് പറയുകയാണ്, യു ആർ ട്രബിൾഡ് അബൌട്ട് മെനി തിങ്സ്. പല സമയങ്ങളിലും പലരും ഈ മാർത്തയെ പോലെ ഒത്തിരി കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് ഒത്തിരി വലയുന്ന, അലയുന്ന, മനം കലങ്ങിയിരിക്കുന്ന, ചിന്താകുലരായിരിക്കുന്ന, ചെയ്തു തീർക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം അവർ മാറ്റിവെക്കാറുണ്ട്. അതേസമയം മറിയ നോക്ക്, മറിയ യേശുവിന്റെ പാദത്തിങ്കിലിരിക്കുക. നമ്മൾ ചോദിക്കും, മാർത്ത ചെയ്തത് തെറ്റാണോ? അല്ല, മാർത്ത ചെയ്തത് തെറ്റല്ല, അതെല്ലാം മാർത്ത ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ മാർത്ത തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഏതാണ് നല്ല അംശം എന്നുള്ളതാണ്. ആ നല്ല അംശം മറിയയ്ക്ക് മനസ്സിലായി. മറിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഷീ ഹാസ് ചൂസൺ ദ ബെസ്റ്റ്. ചോദ്യം, നിങ്ങൾ എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് പല നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ കർത്താവ് പറയുകയാണ്, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് നല്ല അംശം? യേശുവിനെയാണ്. യേശുവാണ് നല്ല അംശം എന്ന് പറയുന്നത്. യേശുവിനെ തിരഞ്ഞെടുത്തതാണ് ആ ഒന്നെന്ന് പറയുന്നത്. അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, ഒറ്റയൊരു കാര്യം മതി. എന്താണെന്ന് അറിയാമോ? ചൂസിങ് ജീസസ് ടു ബി യുവർ ലോർഡ് ആൻഡ് മാസ്റ്റർ. യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും മാസ്റ്ററുമാകാനായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതാണ് നല്ല അംശം. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ആഹാരം കഴിക്കാനിരുന്നാൽ ഏറ്റവും നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കും. വറുത്ത ചിക്കൻ വെച്ചേക്കുന്ന കണ്ടാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കും. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ, നിങ്ങളുടെ ലോകപരമായ ജീവിതത്തിൽ എന്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? ചിലര് ജീവിതത്തിൽ ജോലിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, ചിലർ വിദ്യാഭ്യാസത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മറ്റു ചിലരുണ്ട് കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നു. അവരെല്ലാം ജോലി ചെയ്യും, അവർ പഠിക്കും, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിലും കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ദാറ്റ് ഈസ് എ ബെസ്റ്റ്. അതാ ഏറ്റവും നല്ലത്. ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കണം. ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കണം. ഒന്നു മതി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലേക്കായുന്നു, മുൻപിലേക്ക് ഓടുന്നു. പല കാര്യങ്ങൾ പലത് ചെയ്യുമ്പോൾ പൗലോസ് പറയുന്ന ഞാൻ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, forgetting what is behind, then running forward. പിറകിലുള്ളതൊക്കെ മറന്നിട്ട് മുൻപിലേക്ക് ഓടുകയാണ്. പല ആളുകളും പലത് ചെയ്യുന്നതുകൊണ്ടാണ് ജീവിതം രക്ഷപ്പെടാത്തത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എടുത്ത് ചെയ്താൽ മതി. അത് ജോലിയോ ബിസിനസ്സോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കഴിയുന്നതേ ചെയ്യാവൂ. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. പൗലോസ് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റി കർത്താവിനെ പിന്തുടർന്നു. ഒന്നു മതി. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? കർത്താവിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, അതോ മറ്റെന്തെങ്കിലുമാണോ? യേശുവിനാണോ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്? എല്ലാ ദിവസവും പ്രഭാതത്തിലെ ആദ്യത്തെ സമയം കർത്താവിനോട് മാറ്റിവെക്കണം. ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ പ്രഭാതത്തിലാണ് കേൾക്കുന്നെങ്കിൽ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും നല്ലതാ ചെയ്യുന്നത്. ദൈവവചനം വായിക്കാൻ, ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. പ്രാർത്ഥന എല്ലാ സമയത്തും നിങ്ങൾക്ക് ഉത്തരം തരണമെന്നില്ല, മറിച്ച് പ്രാർത്ഥന നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. അതായത് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം നിങ്ങളിൽ പകരും. എല്ലാ ആഴ്ചയുടെയും ആരംഭ ദിവസം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കും, കർത്താവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കും. മാസത്തിന്റെ ആദ്യ ദിവസം അങ്ങനെ തന്നെയാകട്ടെ, എല്ലാ ദിവസവും പ്രാർത്ഥനയോട് കൂടെ തന്നെ ആരംഭിക്കുക. കാരണം അതാണ് നല്ല അംശം. ജീവിതത്തിൽ പണം ഉണ്ടെങ്കിൽ, എല്ലാ കാര്യവും ഉണ്ടെങ്കിലും അതിനേക്കാളും വലുത് കർത്താവാണ്. കർത്താവ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആഡ് ചെയ്തോ. കർത്താവ് ഇല്ലെങ്കിൽ നിങ്ങൾ നേടുന്ന നേട്ടങ്ങളെല്ലാം വൃഥാവായി പോകും, നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ കർത്താവിനെ മുൻനിർത്തി ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കാം, ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാം. അതാണ് ജീവിതത്തിന്റെ ഭംഗി. മറിയോട് കർത്താവ് പറയുന്ന വാക്യം വീണ്ടും ഞാൻ പറയുന്നു, മറിയെ അല്പമേ വേണ്ടു, അല്ല മറിയെ ഒന്നു മതി. എന്താണ്? നീ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും. അതാരും നിന്നോട് അപഹരിക്കട്ടെ. നമുക്ക് കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നാൽ കർത്താവിനെ അപഹരിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ പണം നഷ്ടപ്പെടാം, നമ്മുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാം, നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് വലിച്ചു കീറിയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വില തീർന്നു. പക്ഷെ ഇതിന്റെ എല്ലാ മധ്യത്തിലും അപഹരിക്കാൻ കഴിയാത്ത ഒന്ന് നമ്മുടെ കർത്താവാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യു ആർ സക്സസ്ഫുൾ. നിങ്ങൾ വിജയിക്കും, അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനായി കർത്താവ് സഹായിക്കട്ടെ. യേശുവിനോടൊത്ത് യാത്ര ചെയ്യാം. ദാറ്റ്സ് എ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.